ഹായ് ഫ്രണ്ട്സ്, കണ്ടംപററി വീടുകൾ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ഫാമിലി ഒത്തൊരുമിച്ച് ഒരേ ഒരു സ്ഥലത്ത് വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും സ്ഥലപരിമിതി ഒരു പ്രശ്നമാവാറുണ്ട്. വെറും 4.5 സെൻറ്റിൽ ഭംഗിയായിട്ട് ചെയ്ത ഒരു കണ്ടംപററി വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വീട്ടുകാർ സെപ്പറേറ്റ് ആയിട്ട് പോവാതെ എല്ലാ ഫാമിലിയും ഒരുമിച്ച് വരുമ്പോൾ ഇതുപോലുള്ള വീടുകളിൽ സൗകര്യമുണ്ടാവുമോ എന്നുള്ള സംശയങ്ങൾ ഒന്നും വെക്കാതെ അടിപൊളിയായിട്ട് 4 ബെഡ്റൂമോട് കൂടി 2650 സ്ക്വയർ ഫീറ്റിൽ കാലിക്കറ്റ് എയർപോർട്ടിനടുത്തുള്ള പെർഫെക്റ്റ് ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള വീട് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വെറും 4.5 സെൻറ്റിൽ ഇതുപോലുള്ള വീടുകളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ആർക്കിടെക്ട് വേണമല്ലോ. നമ്മുടെ കൂടെ ഉള്ളത് ആർക്കിടെക്ട് ബാസിൽ സുബാന. നമസ്കാരം. നമ്മൾ ഈ ഒരു വീട് കാണാൻ വരുമ്പോൾ തന്നെ 4.5 സെൻറ്റിൽ 4 റൂമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ 3 സ്റ്റോറിയിലായിട്ടാണ് അത് അല്ലേ. ഇതിന്റെ ഒരു സ്റ്റൈൽ തന്നെ സാധാരണ പലപ്പോഴും കണ്ടംപററി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കണ്ടംപററി അല്ലാത്ത ഒരു ഫീലൊക്കെ വരാറുണ്ട്. പക്ക കണ്ടംപററി എന്ന് പറയണല്ലേ, പക്ക ബോക്സ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഇത് കറക്റ്റ് ആ പെർഫെക്റ്റ് കളർ കോമ്പിനേഷൻ എല്ലാം വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഈ ഒരു പ്ലോട്ടിൽ ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ 4.5 സെന്റിൽ ഇത് ക്ലയന്റ് ഓക്കെ ആയിരുന്നോ? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അതായത് കുറച്ചും കൂടി വലിയ സ്ഥലത്ത് നല്ല സൗകര്യത്തിലൊരു വീട് എന്നുള്ളതിന് ഈ ഒരു ചെറിയ പ്ലോട്ടിലേക്ക് ചുരുങ്ങേണ്ടി വന്നതിൽ ആ ക്ലയന്റിന്റെ ആവശ്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്തെടുത്തൊരു വീടാണ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു വീടിന്റെ സ്റ്റൈലിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് അല്ലേ, ഒരു ബോൺസായി ആഡ് ചെയ്തു. ഇതൊരു വെറൈറ്റി ആണ്. ഇത് ഇനി വളരുമെന്ന് ആൾക്കാർക്ക് സംശയമാണ്. അത് അധികം വളരില്ല, എന്നാലും ആ ഒരു ഭംഗി ഇതിനകത്ത് കിട്ടുന്നുണ്ട് അല്ലേ. ഒരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ വരുന്ന ഗാർഡനുള്ള സ്ഥലം വീട്ടുകാർക്ക് ഇല്ല, ചെറിയ പ്ലോട്ട് ആയതുകൊണ്ട് അപ്പൊ മിനിമൽ സ്പേസിൽ ഒരു ഗാർഡൻ ആഡ് ചെയ്തു അല്ലേ. അതുപോലെ ഈ സൈഡിലേക്ക് ഒരു പ്രത്യേക വാൾ അതിൽ വരുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ഈ ഭാഗത്താണ്. ഇതും ഒരു നല്ല ക്ലാഡിങ് ആയിട്ട് തോന്നി. ഇതും ഈ ഒരു വീടിന്റെ ഇത് കിച്ചൺ ഏരിയ ആണ് ഈ ഭാഗത്ത് അല്ലേ. അവർ ഷോ ഈ ഒരു ഭാഗത്ത് നിന്ന് അട്രാക്ഷൻ വരുന്നത് കൊടുക്കും. ഇപ്പൊ ഈ ഒരു പ്ലോട്ടില് ഇത്രയും ചെറിയ ഇപ്പൊ അപ്പുറത്തൊക്കെ ഞാൻ വീട് കാണുന്നുണ്ട്, അവര് കാണുന്നുണ്ടാവില്ല. എന്തായാലും ഇതൊരു തറവാടിന് അടുത്തെടുക്കാൻ എന്തായിരുന്നു അവരൊരു പ്ലാൻ? അവരെ തറവാടിനടുത്ത് ദൂരെ പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. വീട്ടുകാർക്ക് അതിന്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, അതല്ലെങ്കിൽ വലിയൊരു വീട് പ്ലാനിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. അപ്പൊ അത് ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഈ വീട് ഇവർക്കൊന്ന് പരിചയപ്പെടുത്താം. ഈ ഒരു ഭംഗിയുള്ള വീടിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കളറാണ്. ഈ ലൈറ്റ് കളർ തീമിനെ നമുക്കറിയാം, അത് ഡയറക്റ്റ് നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഡയറക്റ്റ് കാണുമ്പോൾ അത് ഒന്നും കൂടെ അട്രാക്ഷൻ. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നാച്ചുറൽ ഗ്രേ കളറുള്ള സ്റ്റോണും കൂടെ വന്നപ്പോൾ അതിനൊന്നും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് വരുന്ന സ്റ്റെപ്പിൻ്റെ കളർ ടോൺ ഇതിൽ അട്രാക്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രീൻ ടച്ച് വന്നു. അതുപോലെ ഓരോ സ്റ്റേജിലും ചെറിയ ചെറിയ കളർ വേരിയേഷൻ വന്നു എന്നുള്ളതാണ് അതിലൊരു ഹൈലൈറ്റ്. കണ്ടംപററി വീടുകൾ ശരിക്കും ആ കളർ കോമ്പിനേഷനിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്റ്റോൺ ക്ലാഡിങ് കൊടുത്തു. അതുപോലെ വിൻഡോകളെല്ലാം സിസ്റ്റം അലൂമിനിയം വിൻഡോസ് ആണ് ഇതിനകത്ത് എല്ലാം കൊടുത്തിരിക്കുന്നത്. പൗഡർ കോട്ടിങ് കളർ നമുക്ക് ഏത് കളറിലും ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിനെ സാധാരണ സിറ്റ് ഔട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരു സിമ്പിൾ പ്ലെയിൻ കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഹൈലൈറ്റ് ഡോർ വരുമ്പോഴാണ്. സാധാരണ വുഡൻ കളർ ഡോറുകളാണെങ്കിലും ഡീറ്റെയിലുകൾ ഒരുപാടുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ മറ്റൊരു അട്രാക്ഷൻ ഈ കാണുന്ന ഊഞ്ഞാലാണ്. ഈ ഒരു ഫ്രീ സ്പേസിനെ ഇത് ഭംഗിയാക്കി കാണിക്കുന്നുമുണ്ട്. ഇത്രയും ചെറിയ സ്പേസിലാണെങ്കിലും ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓരോ ഭാഗത്തും നമുക്ക് ആ ഡിസൈൻ ടച്ചുകൾ എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഒരുപാട് ഡിസൈനുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വലിയ ഹാള് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സ്പെഷ്യലായി എടുത്തു പറയേണ്ടത് ഈ ഒരു ഭാഗത്ത് ഒരു റസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റൈൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെയർ ഐഡിയാസ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിംഗ് ലെവൽ തന്നെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കോൺക്രീറ്റ് ഐഡിയയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മെറ്റലിൽ വരുമ്പോൾ ഇതിലേക്ക് വരുന്ന വുഡ് പോലും കർവ് ചെയ്തിട്ട് അതേ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലൊക്കെ അപ്പുറം ഇതിൽ വന്നിരിക്കുന്ന സ്റ്റെപ്പുകളുടെ ഡീറ്റെയിലാണ് ഒരു റസ്റ്റിക് ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വുഡിനെ വളരെയധികം കാലം പഴക്കം വരുന്ന സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിലെ ഡീറ്റെയിൽ നോക്കുമ്പോൾ വാഗയിലാണ് ഈ വുഡുകളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു യുണീക്നെസ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ മേലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലാറ്ററൈറ്റ് തന്നെയാണ്. കസ്റ്റമൈസ് ചെയ്ത് ലാറ്ററൈറ്റിനെ ഡിസൈൻ ചെയ്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഒരു ഭാഗത്തേക്കെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വലിയ വിൻഡോകളാണ്. ടഫൻ ഗ്ലാസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വിൻഡോകൾ തന്നെയാണ്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സിസ്റ്റം അലൂമിനിയത്തിലാണ്. അത് മാത്രമല്ല ഡിസൈൻ എലമെൻറ്റ് വൈസ് നോക്കുമ്പോൾ വുഡിൻ്റെയും സ്റ്റോണിൻ്റെയും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഫിനിഷിൻ്റെയും ഒരു ഏരിയ ആയിട്ട് മാറി ഈ ഒരു ഭാഗം. നല്ല രീതിയിലുള്ള ഒരു സിറ്റിംഗ് കൂടെ ഇവിടെ കൊടുത്തപ്പോൾ
ആ ഒരു ഫീൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഇടമായി മാറി ഇവിടെ. ഇതാ ഹാളിലേക്ക് തന്നെ വരാം. ഫാമിലിക്ക് ഒരേപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് സിറ്റിംഗ്, ഡൈനിങ് സ്പേസ്, അതുപോലെ എക്സ്ട്രാ സിറ്റിംഗ് എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച്മെൻറ്റ്സ് ആണ്. സാധാരണ രീതിയിൽ ലിവിങ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഫാമിലി സിറ്റിംഗ് സെപ്പറേറ്റ് അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. ഈ ഒരു ചെറിയ വീടിൻ്റെ ഒരു വലിയ ഹാളിൽ തന്നെ നല്ലൊരു ഗ്യാതറിങ് ചെയ്യാൻ പറ്റും. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്, ഒരു ബൊഹീമിയൻ ടച്ചൊക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന ടേബിൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ തിക്നെസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫീലിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന ഘടകം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന കേർട്ടൻസ് ആണെങ്കിലും ഈ ഒരു കൺസോൾ യൂണിറ്റ് ആണെങ്കിലും എല്ലാം ഈ ഒരു ഫീൽ കീപ്പ് ചെയ്യുന്ന രീതിയിലായി. ലൈറ്റിങ്ങിൽ ഒരു കോംപ്രമൈസും ഇവിടെ ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല രീതി മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് സീലിങ്ങിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പോലും സീലിങ്ങിന് ഒരേ പെയിൻ്റ് അടിച്ച് അല്ലെങ്കിൽ ഒരേ കളർ അടിച്ച് പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെറിയ ടോൺ വ്യത്യാസം പോലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ വന്നിരിക്കുക ഈ ഒരു വലിയ വാഷ് ബേസിനിലായിരിക്കുമെന്ന് അറിയാം. വ്യത്യസ്തമായ രീതിയിൽ ഒരു വാഷ് ബേസിൻ, അതുപോലെ തന്നെ വുഡൻ കൗണ്ടർ ടോപ്പ്, അതുപോലെ ഈ ഏരിയ എല്ലാം വ്യത്യസ്തം തന്നെയല്ലേ. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഡോറിൻ്റെ ഡിസൈൻ നമുക്ക് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ കാണാൻ പറ്റും. ഒരു ചെറിയ ട്രാൻസ്പെറൻസി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും കിച്ചൺ നമുക്ക് കാണണമെങ്കിൽ ഇതാ ഇതുപോലെ കയറി വരണം. വിശാലമായിട്ടുള്ള കിച്ചൺ ലൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ തീമിലാണ് മുഴുവൻ ഡിസൈൻസും വന്നിരിക്കുന്നത്. PVC ബോർഡുകൾ കൊണ്ടാണ് ഇതുപോലുള്ള ഡോറുകളും മറ്റും കൊടുത്തതെങ്കിൽ നല്ല ഗ്ലോസി ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ തീമിലേക്ക് വരുത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൗണ്ടർ ടോപ്പ് കാണാൻ പറ്റും. കൗണ്ടർ ടോപ്പുകളെല്ലാം കോഡ്സിലാണ് ഈ ഒരു പാറ്റേൺ സ്റ്റൈലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഹുബ് ആൻഡ് ഹുഡ് ഈ ഒരു സൈഡിൽ കൊടുത്തു. അതുപോലെ സ്റ്റോറേജുകളാണെങ്കിലും ടാൻഡം ബോക്സുകളാണെങ്കിലും ഒക്കെ ഈ ഒരു സൈഡിലേക്ക് കൊടുത്തു. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു GTPT സെക്ഷൻ ഇവിടെ ഒരു സിങ്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡിഷ് വാഷറും മറ്റ് ആക്സസറീസും ഈ ഒരു സൈഡിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള കിച്ചൺ ചെയ്യുമ്പോൾ വിൻഡോകൾ പലപ്പോഴും അതിലേക്ക് മാച്ച് ചെയ്യാതെ വരാറുണ്ട്. ഇവിടെ വെനീഷ്യൻ ബ്ലേഡ്സ് കൊടുത്തു ആ വിൻഡോക്ക് കറക്റ്റായിട്ടുള്ളൊരു മാച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജുകൾ മാക്സിമം കൊടുത്തിട്ടുണ്ട്, റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ ഒരു സ്റ്റോറേജ് ഏരിയ, അതുപോലെ ക്രോക്കറി ഷെൽഫ്. ഇനി അതൊക്കെ പോട്ടെ, ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു സ്പേസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രധാന ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഇത്രയും ചെറിയ സ്പേസിലുള്ള ഒരു ബെഡ്റൂം ആണെങ്കിൽ കൂടി അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി ഗ്രേ തീമിൽ വരുന്ന ബെഡ് കോട്ടാണ്. ഇതിൻ്റെ ഹെഡ് ബോർഡും എല്ലാം ആ ഒരു കുഷൻ കവർ ചെയ്തു എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു TV ഏരിയ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു റൂമിൻ്റെ മൊത്തം ആംബിയൻസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കർട്ടൻ ഡിസൈൻസ് ആണ്. ഈ ഒരു ഗ്രേ തീമിലേക്ക് ഒരു ന്യൂട്രൽ കളറിലേക്കാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് റോമൻ ബ്ലൈൻസ് കൊടുത്തത്. കാരണം ഹെഡ് ബോർഡിൻ്റെ മേലെ വരുന്ന ഒരു പോർഷനിൽ വിൻഡോ വരുന്നതുകൊണ്ട് അതൊരു ഫീല്, ഒരു ന്യൂട്രൽ ഫീല് കിട്ടുന്നതിന് കാരണമായി. അതുപോലെ മാക്സിമം സ്റ്റോറേജിന് വേണ്ടിയിട്ട് വലിയ വാർഡ്രോബ്സ് ആണ് റൈറ്റ് സൈഡിലെല്ലാം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെയറിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വ്യത്യസ്തമായ ആംബിയൻസ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ സ്റ്റോൺ ക്ലാഡിങ്ങുകളും അതുപോലെ ഈ ഒരു ഷാൻഡിലിയറും അതുപോലെ ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ കർവ്, അതിലേക്ക് കൊടുത്തിരിക്കുന്ന മെറ്റൽ പൈപ്പ് ഡിസൈൻ എല്ലാം അടിപൊളി തന്നെയാണ്. നമുക്ക് ആ ഒരു ഫീലിൽ നിന്നും മാറിയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരിക. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ കാണാം. ഒരു ട്രീ ഡിസൈൻ മാർബിളിലൂടെ നമ്മൾ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നു. ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു എലമെൻറ്റ്, ഒരു ഡിസൈൻ എലമെൻറ്റ് ഇതുപോലെ പ്ലേസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. കാരണം വോളിലൊന്നും അധികം അട്രാക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൈലൈറ്റോ ഒന്നും കൊടുക്കാതെ ഒരു പീസ് ഓഫ് ആർട്ടിനെ ഇവിടെ പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെൻറ്റർ ടേബിൾ ആവാം, ഈ ഒരു സോഫയാവാം, അതുപോലെ ഈ ഒരു കാണുന്ന കാർപ്പറ്റോ ആകാം. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ നമുക്ക് ഷെൽഫുകൾ സെപ്പറേറ്റ് ഡിസൈനായിട്ട് കാണാം. സാധാരണ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഡിസൈനേ അല്ല, ഒരു സ്പെഷ്യൽ ആർട്ട് വർക്ക് പ്ലേസ് ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു ഷെൽഫ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബുക്കുകളെല്ലാം കാണും. പക്ഷേ ഈ ഒരു ബുക്കുകൾ മാത്രമല്ല കേട്ടോ, ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടുകാരുടെ ആംബിയൻസിന് അനുസരിച്ചാണ്, വീട്ടുകാർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കൂടുതൽ ബുക്ക് ഷെൽഫുകളും ഈ ഒരു സൈഡിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹാളിൽ ഞാനൊരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെയർ ഏരിയ എന്തായാലും ആംബിയൻസ്. സാധാരണ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ കയറിയ സ്റ്റെയർ കഴിഞ്ഞല്ലോ, ഇത് പോകുന്നത് എങ്ങോട്ടാ? ഈ ഒരു വീടിന് 3rd ഫ്ലോറും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇതിൽ കയറി പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വാഗ മരത്തിൽ ചെയ്ത നല്ല സ്റ്റെപ്പുകളാണ്. അതുപോലെ ഈ കാണുന്ന വോള് കണ്ടില്ലേ,
ഇത് മഡിനെ അതായത് നാച്ചുറൽ മണ്ണിനെ പശ യൂസ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതൊരു ടെക്സ്ചർ ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ ആർക്കിടെക്റ്റ് ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ട്. മേലേക്ക് പോകും തോറും നമുക്കൊരു ഹെവനി ഫീലാണ്. നല്ല ലൈറ്റ് കിട്ടുന്ന രീതിയിൽ മെറ്റൽ ഡിസൈനുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മേലെ ഒരു റൂം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പറയുന്നതിന് മുൻപ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാ ഇവിടുന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. നമുക്ക് ആദ്യം ഈ ഒരു റൂം കണ്ടാലോ. ഇതാ നല്ല അടിപൊളി ബ്ലൂ തീമിൽ വരുന്ന ഒരു കിഡ്സ് ബെഡ്റൂമാണ്. ബ്ലൂ ആൻഡ് ഒരു റെഡിഷ് ഷെയ്ഡിലുള്ള ബ്രിക്ക് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയണമെങ്കിൽ ഈ കാണുന്ന വെന്റിലേഷനാണ്. മാക്സിമം വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ ഇതിനതാ CNC വർക്കായിട്ട് മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും വിൻഡോകൾ വരുന്ന ചുമരിനെ ഡിസൈനർക്ക് ആകെ കൺഫ്യൂഷനാണ്. ആ ഹെഡ് ബോർഡ് അല്ലെങ്കിൽ ആ ഹെഡ് വോൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെ വരാത്ത രീതിയിലാണ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊരു വിൻഡോ നമുക്കിതാ ഇങ്ങനെ ഹൈഡ്രോളിക് ആയിട്ട് നമുക്ക് വെന്റിലേഷൻ കൂടുതൽ വേണമെന്നുള്ള സമയത്ത് വെക്കാനും പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കസ്റ്റമൈസ് ചെയ്ത് നിൽക്കുന്ന ബെഡ് കോട്ട് കാണാം. അതുപോലെ കിഡ്സിൻ്റെ റൂമാണ്. കൂടുതൽ ക്ലീനിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഹൈറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ബ്ലൂ കളർ കേട്ടും കാണാം. അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിങ് മിററും കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു വാർഡ്രോബാണ്. സാധാരണ പാറ്റേണിൽ നിന്ന് ഡിഫറൻസ് ആയി കിഡ്സിൻ്റെ റൂം ആകുമ്പോൾ പെട്ടെന്ന് ഡസ്റ്റ് കാര്യങ്ങളൊന്നും ആവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ തീം സെലക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ബെഡ്റൂം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ് കോട്ട് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഹെഡ് വോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് ടെക്സ്ചർ പെയിൻറ്റിൽ ചെറിയ ഗ്രൂ ഡിസൈൻ പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ചെയ്തിട്ടാണ് ഈ ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹെഡ് വോളിനെ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പലരും മെറ്റലിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഐഡിയ. അത് നേരെ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ കുഷനോട് കൂടിയ അതായത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ പെട്ടെന്ന് ഡേഞ്ചർ വരാത്ത രീതിയിലുള്ള ബെഡ് കോട്ട് കൊടുത്തു. ഇനി നല്ലൊരു ബാൽക്കണി ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബേ വിൻഡോ ഉണ്ട്. നമുക്കറിയാം വീടുകളിൽ ബേ വിൻഡോ എല്ലാവർക്കും ചെയ്യണം താല്പര്യമാണ്. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ ആദ്യം തന്നെ ചെയ്തിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അല്ല പലരും വീട് പണി കഴിഞ്ഞതിന് ശേഷം ഒരു ബേ വിൻഡോ മാറുന്നു എന്നൊക്കെ ടെൻഷൻ അടിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വീടിൻ്റെ സ്ട്രക്ചറൽ ടൈമിൽ തന്നെ അതിൽ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ പ്ലാനിങ് ടൈമിൽ തന്നെ ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ഒരു റോമൻ ബ്ലൈൻസ് കൊടുത്തു. മിറർ കണ്ടില്ലേ, വലിയൊരു ഡി ഷേപ്പിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നേരെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ കാണാൻ പറ്റുന്ന മുഴുവനായിട്ട് വാർഡ്രോബാണ്. വോൾ ഡിസൈനിനെ മുഴുവനായിട്ട് വാർഡ്രോബ് കവർ ചെയ്യുമ്പോൾ ഈ ഒരു വുഡൻ ഡിസൈനാണ് ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഫ്ലോർ നേരെ മേലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഹൈലൈറ്റ് ഇതാണ്. നല്ല വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടി പലരും CNC വർക്കിന് പകരം ജാളികളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് CNC ഒരു വ്യത്യസ്തമായ രീതിയിൽ മെറ്റൽ ഷീറ്റിൽ 6mm പ്ലേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം അതിന് കാണാൻ പറ്റും ഓരോ ഡിസൈനുകളൊക്കെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. അതിലൂടെ മാക്സിമം വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ തേർഡ് ഫ്ലോറിലെ ബെഡ്റൂം. അടിപൊളിയായിട്ടുള്ള ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാളിൽ നല്ല പാനലിംഗ് ആയിട്ടുള്ള വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് വാർഡ്രോബ് കാണാം. നല്ലൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിൻഡോകളൊക്കെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന വാർഡ്രോബ് എല്ലാം എന്തിനാ ഇത്രയെന്നല്ലേ. ഇവിടെയുള്ള വാർഡ്രോബിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതാ അടുത്ത ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലോറിലേക്ക് പോകാൻ പറ്റും. ഒരു ഗസീബോ ഒക്കെ വരുന്ന എക്സ്ട്രാ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുള്ള ഒരു ഹിഡൻ ഡോറാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലെ 4 ബെഡ്റൂം ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ. ഒന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ 4ാമത്തെ ബെഡ്റൂം കിടക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ഫ്ലോറിലാണ്, തേർഡ് ഫ്ലോർ. ഈ ഒരു ഫ്ലോറിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു മറ്റൊരു റൂം കാണാം. ഇത് തിയേറ്റർ ഏരിയ ആണ്. ഫ്യൂച്ചറിൽ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. ഫ്യൂച്ചറിൽ അതൊരു തിയേറ്ററായി മാറും. മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചെറിയ പ്ലോട്ട് ആണെങ്കിലും ഒരു ഒരു യൂറോപ്യൻ ടച്ച് വരുന്ന രീതിയിലാണ് എല്ലാ ഡിസൈൻസും വന്നിരിക്കുന്നത്. കൂടുതൽ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഇല്ല. സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളുള്ളത് കോമൺ ബാൽക്കണിയിലാണ്. ഇവിടെ ഒരു സിറ്റിങ്ങോ അതേപോലെ നല്ലൊരു വാൾ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. വീടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ വീട് പണി എടുക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയാം. നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.